ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റിയും എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റുന്ന ഒരു പരിപ്പ് കറിയാണ്. വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഹൈദരാബാദ് സ്പെഷ്യൽ ഖട്ടി ദാൽ. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിയേക്കണേ. ഈ ഒരു കറിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് തുവരപ്പരിപ്പാണ്. അത് ഏകദേശം 1 മണിക്കൂർ നമുക്ക് ഒന്ന് കുതിർത്ത് വെക്കണം. 1 മണിക്കൂർ കുതിർത്ത് വെച്ച ശേഷം പലതവണ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട്. ആദ്യമായിട്ട് ചതച്ച ഇഞ്ചിയും ചതച്ച വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. രണ്ടും ഓരോരോ ടേബിൾ സ്പൂൺ വീതം. നല്ല എരിവുള്ള 4 പച്ചമുളക് ഒന്ന് കീറിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് നിങ്ങളുടെ സ്പൈസ് ലെവലിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു വലിയ സൈസിലുള്ള വല്യുള്ളി നീളത്തിൽ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അത് ഏകദേശം 100-150 ഗ്രാമിന്റെ ഇടയ്ക്ക് വരും കേട്ടോ. തക്കാളി ചേർക്കുന്നുണ്ട്. ഒരു വലിയ തക്കാളിയും ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും ആണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പരിപ്പ് കറിയുടെ ഒരു പ്രത്യേകത ഇതാണ്, നല്ലോണം തക്കാളി ചേർക്കും. 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാനുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടിയാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെയും നിങ്ങളുടെ എരിവിനനുസരിച്ച് ചുവന്ന മുളക് പൊടി ചേർക്കാം. പക്ഷെ ഒരു മിനിമം 1/4 ടീസ്പൂണെങ്കിലും ചുവന്ന മുളക് പൊടി ഉണ്ടായിരുന്നാൽ നല്ലതാണ്. ഇനി ഇതിലേക്ക് ഒരല്പം വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം. ഇത് പരിപ്പാണ്, നമ്മൾ തിളച്ച് തൂവി പോവാതിരിക്കാൻ വേണ്ടി അല്പം ചേർത്ത് കൊടുക്കാം. നിങ്ങൾ വീഗൻ ആണെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഏകദേശം 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്, കല്ലുപ്പ്. വേണമെങ്കിൽ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം കൊടുക്കണം. 1 കപ്പ് പരിപ്പിന് 3 കപ്പ് വെള്ളം, അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ പരിപ്പിന്റെ അളവ് വെച്ചിട്ടാണ് നമ്മൾ വെള്ളം കൊടുത്തിട്ടുള്ളത്. ബാക്കി ഉള്ളിയിലും തക്കാളിയിലും ഒക്കെ വെള്ളത്തിന്റെ അംശം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് മതിയാവും. ഇനി പ്രഷർ കുക്കറിൽ വെയിറ്റ് വെച്ച് ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഒരു 6 വിസിൽ, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലാണെങ്കിൽ ഒരു 3 മുതൽ 4 വരെ വിസിൽസ് കൊടുത്ത് എടുക്കണം. ഇനി ഇതിലേക്ക് പുളി ചേർക്കാനുണ്ട് നമുക്ക്. അതാണ് ഈ ഒരു കറിയുടെ അടുത്ത പ്രത്യേകത. പുളി കുറച്ച് നന്നായിട്ട് തന്നെ എടുക്കും. ഞാനിവിടെ ഒരു 2 വലിയ നാരങ്ങ വലുപ്പത്തിൽ തന്നെ പുളി എടുത്തിട്ടുണ്ട്. അത് കുറച്ചു നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അതിൻ്റെ പൾപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇപ്പോൾ 6 വിസിൽ കഴിഞ്ഞ് നമ്മൾ കുക്കർ തുറന്നിട്ടുണ്ട്. അതിലുള്ള എല്ലാ പച്ചക്കറികളും നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്കിതൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. ഇതാണ് 3ാമത്തെ പ്രത്യേകത. നന്നായിട്ട് ഉടച്ചിട്ടാണ് അവർ ഈ കറി ഉണ്ടാക്കുക. ഇതൊന്നും തീരെ മിക്സിയിൽ അടിച്ച പോലെ ആവുമൊന്നും വേണ്ട. പക്ഷെ എന്നാലും അത്യാവശ്യം നന്നായിട്ട് ഉടയ്ക്കണം. അല്പം നന്നായിട്ട് തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇപ്പൊ ചേർത്ത് കൊടുത്തതും കൂടി കറിയിലേക്ക് ബ്ലെൻഡ് ആവുന്ന വിധത്തിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പരിപ്പ് കറി ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഇഡ്ലിക്കും വരെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇത് മിസ് ചെയ്യാതെ കാണണേ, സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുപ്പത്ത് വെച്ച് തുറന്ന് വെച്ച് 1 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. പുളി ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ താളിപ്പാണ് കൊടുക്കാനുള്ളത്. അതിനുവേണ്ടി ഒരു പാത്രം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ വീഗൻ ആണെങ്കിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നെയ്യ് ചേർത്ത് കൊടുത്തത് കൊണ്ട് ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് താളിക്കുന്നത്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ജീരകം, പിന്നെ വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് തോല് കളഞ്ഞിട്ട് ഹാഫായിട്ടൊന്ന് കീറി കൊടുത്തിട്ടുണ്ട്. ഹാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വേഗം മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെളുത്തുള്ളി ഏകദേശം ഇതേപോലെ ഒരു ലൈറ്റ് ബ്രൗണിഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത്
ഒരു 3-4 വറ്റൽമുളക്, അതിൻ്റെ കൂടെ ഒരു 2 തണ്ട് കറിവേപ്പില. വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ഒരു 5-6 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി ചേർക്കാം. താളിക്കുന്ന സമയത്ത് ഇങ്ങനെ മുളക് പൊടി ചേർക്കുന്നത് കൊണ്ട് കറിക്കൊരു പ്രത്യേക മണം കിട്ടും. ഇനി താളിപ്പ് നേരെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടച്ചു വെച്ചിട്ട് കുറച്ചു നേരം അടച്ചു വെച്ചതിന് ശേഷമാണ് നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡിയാണ്. ഹൈദരാബാദി ഖട്ടി ദാൽ, പുളിപ്പുള്ള ദാൽ എന്നാണ് അർത്ഥം. ഞാൻ ചേർത്ത ഉപ്പ് എനിക്ക് പാകമായിട്ടുണ്ടായിരുന്നു. നിങ്ങളും ഇതിലേത് സ്റ്റേജിൽ വേണമെങ്കിലും ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം വേണമെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയല്ലേ ഉള്ളൂ, എളുപ്പമാണ് ഉണ്ടാക്കാനും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ധന്യ.